ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. 8-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം. സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. പ്രിയരെ, ഈ സ്ത്രീയുടെ ജീവിതാവസ്ഥയിൽ നിന്നും നമുക്ക് ദൈവം തരുന്ന ആലോചന ദൃഢനിശ്ചയത്തോടെ, നല്ല തീരുമാനത്തോടെ, രണ്ട് തോണിയിൽ കാലുവയ്ക്കാതെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നാം കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ വിശ്വാസത്തോടെ ബോധിപ്പിക്കുമ്പോൾ അതിന്മേലൊരു പരിഹാരം കർത്താവ് തരും എന്നുള്ളതാണ്. നമുക്കൊരുപാട് പ്രയാസങ്ങളുള്ളവരാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും വേദനകളും അനുഭവിക്കുന്നവരുണ്ട്. ചിലർ നല്ല രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും ഒരു കഷ്ടതയും പ്രയാസവും ഉണ്ടാവും, ഇല്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുക. ചിലർക്ക് സാമ്പത്തിക നഷ്ടം, ചിലർക്ക് തലമുറയില്ലാത്ത കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ചിലർക്ക് വീടില്ല, സ്വന്തമായ സ്ഥലമില്ല, വഴിയില്ല, സാമ്പത്തികമായ കടങ്ങൾ ഒരുപാട് കയറിക്കിടക്കുന്നു. അങ്ങനെ പല വിഷയങ്ങളായിരിക്കാം. ശത്രുവാകുന്നു നമ്മളെ ഇങ്ങനെ ടാലറ്റും ഭാരപ്പെടുത്തും. മർക്കോസിൻ്റെ സുവിശേഷത്തിലാണല്ലോ 5-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് അവളോട് പറയുന്നൊരു കാര്യമുണ്ട്: സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന്. അപ്പോൾ സമാധാനം കർത്താവ് നമുക്ക് നൽകുന്നു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സമാധാനം ഇല്ലാതായി പോയിരിക്കുന്നു. നമുക്ക് സ്വസ്ഥതയില്ല, ഉറങ്ങാൻ കിടക്കുന്ന ഉറക്കമില്ല, അസ്വസ്ഥനാണ്. ഏത് സമയത്തും ഭവനത്തിനകത്തും നമ്മൾ ചെല്ലുന്നിടത്തും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ അസ്വസ്ഥരായിരിക്കുന്നു. എന്നാൽ ഈ അസ്വസ്ഥതയിൽ നിന്നും, ഈ അസമാധാനത്തിൽ നിന്നും വിടുതൽ തരുവാൻ മതിയായവൻ യേശുവാണ്. അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവളുടെ വിശ്വാസത്താൽ അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ഉടനെ അവൾ സൗഖ്യമായതുപോലെ, പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ശാന്തതയുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. അത് പ്രാപിപ്പാൻ ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹപ്രദമാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തി അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ തരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.